ഹായ് ഇന്ന് ഗോതമ്പോട് ഒരു ഫുഡിങ് ആക്കാം. ആദ്യം നമുക്ക് 5-6 മണിക്കൂർ പുതർത്ത് വെച്ച ഗോതമ്പോ ഇനി നമുക്കില്ലത് ഗോതമ്പ് നല്ല പാങ്ങൾ കവിയിട്ട് തേങ്ങ ഇട്ടിട്ട് മിക്സി ജാറിൽ അരച്ചു കൊണ്ടുവരാം. ഒരു തോർത്തെടുത്തിട്ട് ഗോതമ്പിൻ്റെ പാലെടുക്കാം. ഇപ്പോൾ പാലെടുക്കുന്നുണ്ട്, പാലെടുത്തിട്ടുണ്ട്, പാല് മാറ്റി വെക്കാം. Find some peace in the stations that I throw on. ഒരു പാത്രയിൽ വെള്ളം ഇട്ടിട്ട് നമുക്ക് വേണ്ടത്ര വെള്ളം ഇടാം. വെള്ളം ഇട്ടിട്ട് ഇനി കുറച്ച് വെള്ളം ആക്കിയിട്ട് ഇന്ന് നല്ല മിക്സ് ആക്കിയിട്ട് പാക്കാക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ഗോതമ്പിൻ്റെ പാലെടുത്തിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ട് അത് നല്ല പാകലെ ഇളക്കിയിട്ട് ചെറിയ തീയോട് നല്ല പാകലെ ഇളക്കിയിട്ട് മിക്സാക്കിക്കൊണ്ടിരിക്കണം. ഇനി നമുക്ക് അതിൽ ഒരു സ്പൂണ് നെയ്യ് ഇട്ടിട്ട് ഒന്നുകൂടി മിക്സാക്കണം. I'm so opposite, I'm so backwards and upside down. I'm such a clown, but I've got no frown on my little. കുറച്ച് തിളച്ച ശേഷം നമുക്കിനി ഒരു സ്പൂണ് നെയ്യിട്ടിട്ട് നന്നായിട്ട് മിക്സാക്കാം. ഈ ചെറിയ തീയോട് നന്നായിട്ട് മിക്സാക്കിയ ശേഷം നമുക്ക് അതിൽ വെള്ളത് പാക്ക ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം. It's a song that I could make you strong. ഏകദേശം ഇളക്കിയിട്ട് ആയിട്ടുണ്ട്. ഇനിയുള്ളത് നമുക്ക് ഒരു സ്പൂണ് ഏലക്ക ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കാം. ഗോതമ്പിൻ്റെ പാല് നല്ല പാകല് വെന്ത് വന്നിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിൽ നെയ്യ് പറ്റിയിട്ട് കൊടുക്കാം. അതിൽ ഗോതമ്പിൻ്റെ പാക്ക ഒന്നുകൂടി ഒഴിച്ചിട്ട് നല്ല പാകല് സെറ്റാക്കിയിട്ട് കൊടുക്കാം. 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിപ്പോൾ നല്ല പാകല് റെഡി ആയിട്ടുണ്ട്. നമ്മളെ ഗോതമ്പിൻ്റെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഗോതമ്പിൻ്റെ ഹൽവ എന്ന് പറയലുണ്ട്. എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.